നമ്മുടെ പഴയകാല പൂർവികന്മാരായ കാർന്നന്മാരായിട്ട് നെൽകൃഷി ചെയ്തിരിക്കുന്ന ഇന്നത്തെ രീതിയിലുള്ള നെൽവിത്തുകളല്ല. വളരെ പഴക്കങ്ങളുള്ള കുറേ വിത്ത് ഇനങ്ങളുണ്ട്. അതായത് വർഷത്തിൽ ഒറ്റ പ്രാവശ്യം കതിര് വരുന്നതാണത്. ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വർഷത്തിൽ അത് 2 പ്രാവശ്യം അത് കതിര് വരുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല, അതൊരു വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം കതിര് വരുള്ളൂ എന്ന് വിതച്ചാൽ. അത് ചെന്നല് എന്ന് പറയുന്ന ഒരു സാധനം ചിങ്ങമാസത്തിലെ അത്തം നാളിൽ, ചിങ്ങമാസത്തിലെ അത്തം നാളിൽ മാത്രം ആ പാടത്ത് എവിടെയെങ്കിലും ചെന്നല് വിതച്ചിട്ടുണ്ടെങ്കിൽ കതിര് വന്നിരിക്കും. ആ കതിര് കഴിഞ്ഞതിന് ശേഷമേ, ആ അത്തം കഴിഞ്ഞതിന് ശേഷമേ ബാക്കിയുള്ള കതിര് പൊട്ടുള്ളൂ. അതുപോലെ തന്നെ ജീരകച്ചെമ്പാവ്, വൃശ്ചിക മാസത്തിലെ കറുത്തവാവ് കഴിഞ്ഞതിന് ശേഷം, കറുത്തവാവിൻ്റെ അന്ന് ആ പാടത്ത് എവിടെയെങ്കിലും എവിടെ ചെമ്പാവ് വിത്ത് വിതച്ചിട്ടുണ്ടോ അവിടെ കതിര് പൊട്ടിയിരിക്കും. അത് കഴിഞ്ഞേ ബാക്കിയുള്ള കതിര് പൊട്ടുള്ളൂ. അതൊക്കെ വർഷത്തിലൊന്ന് കതിര് വരുന്നത്. ഇപ്പം നമുക്ക് കതിര് വരുന്ന ഒരുപാട് ചെറിയ ഇനം വിത്തുകളാണ്. പക്ഷെ അതെല്ലാം നമ്മൾ പഴയ കാലത്തോട്ട് നമ്മളൊന്ന് പോവുകയാണ്. ഇപ്പം ആരുടെയും കൈവശം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ അപൂർവമായിട്ടുള്ളതേ കാണുകയുള്ളൂ. എന്നാലും അതിനകത്തൊരു 11 കൂട്ടം വിത്ത് ഇനങ്ങളുണ്ട്. അതിൻ്റെ അത് ഞാനുള്ള ഓരോ ഇനവും കൃത്യമായിട്ട് പറയുവാൻ സാധിക്കും. എന്താണെന്ന് വെച്ചാൽ അതൊരു പാട്ട് രൂപത്തിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടിരിക്കുന്നതാണ്. അതാണ് ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. ആ നെല്ലു വെന്നല്ലിള നെല്ലു ചെന്നല്ലേ വെള്ളിലച്ചെത്തിയും വെണ്ണിട്ടിച്ചാരയും വേടത്തോടുപ്പനും മലബാറ് ചെറുകൊഴുക പെരുവാഴ മുണ്ടകൻ അതിക്ലാരി ജീരകച്ചെമ്പാവ്. നമ്മുടെ 11 കൂട്ടം വിത്തുണ്ട് അതിനകത്ത്, ആരും സംശയിക്കേണ്ട. പക്ഷെ അത് ഓരോന്നും ആ 11 കൂട്ടം വർഷത്തിലൊന്ന് മാത്രം കതിര് ഉണ്ടാകുന്ന ഒരു സാധനമാണ് എന്ന് നമ്മൾ വിതച്ചാലും